178ഓളം പള്ളികളാണ് ഫലസ്തീനിൽ തകർക്കപ്പെട്ടിട്ടുള്ളത്. തകർക്കപ്പെട്ടതാകുന്ന പള്ളിയുടെ വിനാരങ്ങളുടെ ചുവടെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതായ സാധുക്കളെ കാണുന്നില്ലേ മുസ്ലിമേ? ഈ സമയത്തും അവർ നമസ്കാരം മുടക്കിയിട്ടില്ല. എവിടെയെങ്കിലും ബോംബ് വർഷിക്കുമ്പോൾ ഓടി വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞിട്ടല്ല. അവരപ്പോഴും പറയുകയാണ്, അല്ലാഹുവേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിൽ നിന്നുള്ളതാണ് നമ്മൾ, അവരിലേക്ക് തന്നെയാണ് മടക്കമെന്നുള്ള മനോഹരമായ വാക്യം പറഞ്ഞിട്ട് തക്ബീറിന്റേതാകുന്ന മന്ത്രധ്വനിയുമായി തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൻ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ പോലും ആ മരണത്തോട് മല്ലടിക്കുന്ന പൊന്നുമോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നതായ ഫലസ്തീന മക്കളുടെ ചിത്രം ഈ ഉമ്മത്ത് കണ്ടില്ലേ? ഒരു വഖത്ത് പോലും അവർ നമസ്കാരം ഒഴിക്കുന്നില്ല. ജുമാ നമസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാകുന്ന സാധുക്കളായ പട്ടിണി പാവങ്ങള് നമ്മൾ ആരെങ്കിലും ഈ അടുത്തിടെ പട്ടിണി കിടന്നിട്ടുണ്ടോ? 2 വർഷമായി ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളാണ്. ഖതീബിന്റെ നേതൃത്വത്തിൽ ജുമാ നടക്കുമ്പോ മനോഹരമാക്കപ്പെട്ട എയർ കണ്ടീഷൻ ഉള്ള പള്ളികൾ ഉണ്ടായിട്ട് പോലും നമസ്കരിക്കാത്തവരല്ലേ നമ്മളിൽ ഭൂരിഭാഗം. എന്നാൽ തകർക്കപ്പെട്ടതാകുന്ന പള്ളികളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ചെറിയൊരു തുണി വിരിച്ചിട്ട് അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ തയ്യാറാകുന്നു. ഖതീബ് വെമ്പറിൽ കയറി നിന്നുകൊണ്ട് പറയുന്നതാകുന്ന വാക്യം ലോക മുസ്ലിമീങ്ങൾ കേട്ടില്ലേ? എനിക്കതാ സംസാരിക്കാൻ കഴിയുന്നില്ല, ഖുത്ബ നീട്ടാൻ പറ്റുന്നില്ല, വല്ലാതെ വിശപ്പിന്റെ വിളിയാളം എന്നിലുണ്ട്. ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും പട്ടിണിയിലാണ്. നമുക്ക് പ്രസംഗം നിർത്താൻ ഖുത്ബ ഞാൻ ചുരുക്കുന്നു. അഖിമിസ്സലാ അഖിമിസ്സലാ. ഇനി നമസ്കാരം തുടങ്ങാൻ പോയാണ്. എത്ര വലിയ ഖേദകരമാകുന്ന വാർത്തയാണ് കേൾക്കുന്നത്. നിസ്കരിക്കാൻ വേണ്ടി വന്ന് ഇമാമത്ത് നിർവഹിക്കാമെന്ന ഖതീബിന് ഖുത്ബ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. വിശപ്പിന്റെ വിളിയാളത്താൽ ഖുത്ബ ചുരുക്കുന്നു, വിശപ്പിന്റെ വിളിയാളത്താൽ സംസാരം ഒഴിവാക്കുന്നു. വേഗം തന്നെ നമസ്കരിക്കാൻ തയ്യാറാവുകയാണ്. ആ സമയത്ത് പോലും എന്റെ റബ്ബ് അള്ളയല്ലെന്നവര് പറഞ്ഞിട്ടില്ല. 5 വഖ്ത് നമസ്കാരങ്ങൾ നമ്മുടെ കൈകളിലേക്ക് പ്രവാചകൻ മിഅ്റാജിന്റെ രാവിലൂടെ ഉമ്മത്തിന് സമ്മാനമായി നൽകിയിട്ട് ആ നമസ്കാരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമില്ലേ? കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മുസ്ലിമില്ലേ? അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബോധം നൽകണേ അല്ലാ. നിന്നെ മറക്കാതെ നിന്നെ ഓർക്കുന്ന ഒരു വഖത്ത് പോലും നമസ്കാരം പരിപൂർണമായി ശ്രദ്ധിക്കാത്തവരായി ഞങ്ങളെ നീ മാറ്റരുത് അല്ലാ. കൃത്യമായി ശ്രദ്ധിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പാവപ്പെട്ട ഫലസ്തീൻ മക്കൾക്ക് നീ സംരക്ഷണം കൊടുക്കണേ അല്ലാ.